എല്ലാവരും ആപ്പിൾ ഇവൻ്റൊക്കെ കണ്ടിട്ട് വളരെ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുമായിരിക്കും അല്ലേ? iOS 15 എന്തൊക്കെയാണ് പുതിയ ഫീച്ചേഴ്സ് എന്ന് നോക്കാം. ഫേസ് ടൈമിൽ ഒരു വലിയ മാറ്റം തന്നെയാണ് വന്നിരിക്കുന്നത്. വാച്ച് ടുഗദർ, ലിസൺ ടുഗദർ, ഷെയർ യുവർ സ്ക്രീൻ എന്നിങ്ങനെ മൂന്നായിട്ടുള്ള മെയിൻ ചേഞ്ചസ് ആണ് ഫേസ് ടൈമിൽ വന്നിരിക്കുന്നത്. നമ്മൾ കാണുന്ന ഒരു മൂവി അല്ലെങ്കിൽ ലിസൺ ചെയ്യുന്നൊരു സോങ്, ഇതൊക്കെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് ഒരേ സമയം തന്നെ കാണാൻ കഴിയുന്നൊരു സംവിധാനമാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഫേസ് ടൈം സ്ക്രീനിൽ സംസാരിക്കുന്ന ആൾ സ്ക്രീനിൻ്റെ ഏത് ഭാഗത്താണോ, സ്ക്രീനിൻ്റെ വലതുവശത്താണെങ്കിൽ അയാളുടെ ശബ്ദം ഫോണിൽ വലത് ഭാഗത്തു നിന്നും, സംസാരിക്കുന്ന ആൾ ഇടത് ഭാഗത്താണെങ്കിൽ അയാളുടെ ശബ്ദം നമുക്ക് ഫോണിൽ ഇടത് ഭാഗത്തു നിന്നും കേൾക്കുന്നൊരു സംവിധാനമാണ് വന്നിരിക്കുന്നത്. മറ്റൊരു പ്രധാന ഫീച്ചറാണ് വോയിസ് ഐസൊലേഷൻ. ബാക്ക്ഗ്രൗണ്ടിലെ ശബ്ദങ്ങൾ മെഷീൻ ലേണിംഗ് വഴി മനസ്സിലാക്കി അത് ഇല്ലാതാക്കി സംസാരിക്കുന്ന ആളുടെ ശബ്ദം മാത്രം പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിലെ ശബ്ദങ്ങൾ മുഴുവനായിട്ട് നീക്കം ചെയ്യുന്നൊരു സംവിധാനമാണ് വോയിസ് ഐസൊലേഷൻ. ഗ്രിഡ് വ്യൂവിലാണ് നിലവിൽ ഫേസ് ടൈമിൽ ഗ്രൂപ്പ് കോൾ ചെയ്യുന്ന സമയത്ത് ഓരോ ആളെയും കാണിക്കുന്നത്. സംസാരിക്കുന്ന ആളെ ആക്റ്റീവായിട്ട് കാണിക്കും, ബാക്ക്ഗ്രൗണ്ടും എല്ലാം നമുക്ക് കാണാൻ കഴിയും. എന്നാൽ പുതിയൊരു സംവിധാനം വന്നിരിക്കുകയാണ് പോർട്രേറ്റ് മോഡ്. പോർട്രേറ്റ് ഫോട്ടോയിൽ കാണുന്ന അതേ ഒരു സംവിധാനം തന്നെ ഫേസ് ടൈമിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്തായിട്ട് വന്നിരിക്കുന്ന ഒരു മാറ്റമാണ് മൈക്രോസോഫ്റ്റ് ടീംസിലും ഗൂഗിൾ മീറ്റിലും ഒക്കെ കാണുന്ന പോലെയുള്ളൊരു സംവിധാനം, ഫേസ് ടൈം ലിങ്ക്. നമുക്കൊരു ഫേസ് ടൈം വീഡിയോ കോൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തുകൊണ്ട് അതിന് ലിങ്ക് ഷെയർ ചെയ്യാൻ കഴിയുന്ന, കലണ്ടറിലേക്ക് ആഡ് ചെയ്യാൻ കഴിയുന്നൊരു സംവിധാനമാണിത്. നമ്മൾ മറ്റൊരാളുമായി ഫേസ് ടൈം ചെയ്യുന്ന സമയത്ത് ഫേസ് ടൈം ചെയ്യുന്ന ആൾക്ക് മ്യൂസിക്, വീഡിയോ, മൂവി, ന്യൂസ് എന്നിവ മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യാൻ കഴിയുന്ന സംവിധാനമാണ് ഷെയർ പ്ലേ എന്ന് പറയുന്നത്. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന മ്യൂസിക് നമുക്ക് മറ്റൊരാളുമായിട്ട് ഒരേ സമയം ഷെയർ ചെയ്തുകൊണ്ട് ലിസൺ ചെയ്യാൻ കഴിയും. രണ്ടുപേർക്കും ഒരുപോലെ കാണുന്ന മൂവീസ് അടക്കം രണ്ടുപേർക്കും ഒരുപോലെ കാണാൻ കഴിയും. ഫേസ് ടൈമിൻ്റെ മറ്റേ സൈഡിലുള്ള ആൾക്ക് നമ്മൾ ഷെയർ ചെയ്ത മൂവി കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് വേറെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മൾ പിക്ചർ ഇൻ പിക്ചറിൽ ചെയ്യുന്നത് പോലെ ഫേസ് ടൈമിൻ്റെയും കണ്ടുകൊണ്ടിരിക്കുന്ന മൂവിയും ചെറുതാക്കി വെക്കാൻ കഴിയും. നമ്മൾ ഷെയർ പ്ലേ വഴി ഷെയർ ചെയ്ത മൂവി ആപ്പിൾ TV വഴി ടിവിയിലേക്ക് ഷെയർ ചെയ്ത് കാണാനും കഴിയും. ഇതുപോലെ തന്നെ ഒരു മാറ്റമാണ് മെസ്സേജസിലും വന്നിരിക്കുന്നത്. ചിത്രങ്ങൾ, സംഗീതം, പോഡ്കാസ്റ്റുകൾ, ന്യൂസ് എന്നിവ നമുക്ക് സുഹൃത്തുക്കളുമായിട്ട് iMessage വഴി ഷെയർ ചെയ്യാനുള്ളൊരു സംവിധാനമാണിത്. ഫോട്ടോസ് ആപ്പിലുള്ള ഫോട്ടോസ് നമുക്ക് iMessage വഴി അയക്കാൻ കഴിയും. മുമ്പ് നമുക്ക് ഒരു സമയത്ത് ഒരു ഫോട്ടോ ആണ് അയക്കാൻ കഴിയുന്നതെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒന്നിലധികം ഫോട്ടോസ് ഒരു കളക്ഷൻസ് ആയിട്ട് അയക്കാൻ കഴിയും. ഇത് റിസീവ് ചെയ്യുന്ന ആൾക്ക് ആ ഫോട്ടോസ് ഒരു കളക്ഷൻസ് ആയിട്ടാണ് കാണുക. മെസ്സേജ് വിൻഡോയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ആ കളക്ഷൻസ് 1 by 1 ആയിട്ട് സ്വൈപ്പ് ചെയ്തുകൊണ്ട് കാണാനും കഴിയും. അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഗ്രിഡ് വ്യൂ ആയിട്ട് കാണാൻ കഴിയും. അതിലെ ഓരോ ഫോട്ടോയും ലൈക്ക് ചെയ്യാനും നമുക്ക് സാധിക്കും. ആപ്പിൾ ന്യൂസിലും ഇത് സാധ്യമാണ്. നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസ് അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഒറ്റ ടാപ്പിനുള്ളിൽ തന്നെ നമുക്കത് നമ്മുടെ സുഹൃത്തുമായിട്ട് ഷെയർ ചെയ്യാൻ കഴിയും. ഇതൊരു ലിങ്ക് ആയിട്ടല്ല പോവുക, ഒരു ന്യൂസ് ക്ലിപ്പായിട്ടാണ് പോവുക. അത് ഓട്ടോമാറ്റിക്കായിട്ട് ആപ്പിൾ ന്യൂസിൽ ഓപ്പൺ ആവുകയാണ് ചെയ്യുക. ഇതുപോലെ തന്നെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന മ്യൂസിക് നമുക്ക് iMessage വഴി അയക്കാൻ കഴിയും. ഫോട്ടോസ്, മ്യൂസിക്, ന്യൂസ്, സഫാരി, വെബ്സൈറ്റ് ലിങ്കുകൾ, പോഡ്കാസ്റ്റ്, ആപ്പിൾ TV എന്നിവ നമുക്കിങ്ങനെ ഷെയർ ചെയ്യാൻ കഴിയും. ഫോട്ടോ ആപ്പിൽ വന്നിരിക്കുന്ന മറ്റൊരു പ്രധാന മാറ്റമാണ് ഫോട്ടോസ് മെമ്മറീസ് എന്ന് പറയുന്നത്. മെമ്മറീസ് നമ്മുടെ ഫോട്ടോകൾ ഇൻ്റലിജൻ്റ് ആയിട്ട് സോർട്ട് ചെയ്തിട്ട് അറേഞ്ച് ചെയ്യും. മെമ്മറീസ് എന്ന സെക്ഷനിൽ വലിയൊരു മാറ്റം ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. മെമ്മറീസ് ഭംഗിയായിട്ട് എഡിറ്റ് ചെയ്യുന്നതിനായി മെമ്മറീസ് മിക്സ് എന്നൊരു സൗകര്യവും കൊണ്ടുവന്നിട്ടുണ്ട്. മെമ്മറീസ് മിക്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഫോട്ടോസ് നമുക്ക് ഭംഗിയായിട്ട് വിവിധ ടൈലുകളായിട്ട് അറേഞ്ച് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ കഴിയും. ലൈവ് ഫോട്ടോകളിൽ നിന്നും വളരെ എളുപ്പത്തിൽ നമുക്ക് വേണ്ടപ്പെട്ട നിമിഷം നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ കഴിയുന്നു. നമ്മുടെ മെമ്മറീസിൽ വരുന്ന ചിത്രങ്ങൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കളറുകൾ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിക്കോട്ടെ, കളർ ആയിക്കോട്ടെ, വിവിധ എഫക്റ്റുകൾ കൊടുത്തുകൊണ്ട് എഡിറ്റ് ചെയ്യുവാനും മെമ്മറീസ് മിക്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കഴിയും. പ്രധാനപ്പെട്ട ഒരു സൗകര്യമാണ് ഫോക്കസ് എന്ന് പറയുന്നത്. നമ്മൾ വർക്കിലായിക്കോട്ടെ, നമ്മൾ വീട്ടിലായിക്കോട്ടെ, ജിമ്മിലായിക്കോട്ടെ, ഡ്രൈവ് ചെയ്യുമ്പോഴായിക്കോട്ടെ, നമുക്ക് വരുന്ന നോട്ടിഫിക്കേഷനും അലർട്ടും നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയും. നമ്മൾ വർക്കിലായിരിക്കുന്ന സമയത്ത് വരുന്ന നോട്ടിഫിക്കേഷൻസ് കൊളീഗ്സിൻ്റെ അടുത്തു നിന്നും, അല്ലെങ്കിൽ വീട്ടിലായിരിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലുള്ള ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്തു നിന്നുമുള്ള നോട്ടിഫിക്കേഷൻ മാത്രം വരുന്ന രീതിയിൽ മെഷീൻ ലേണിംഗ് ഉപയോഗിച്ച് നമ്മുടെ പ്രയോറിറ്റിക്ക് അനുസരിച്ചുള്ള നോട്ടിഫിക്കേഷൻ വരുന്ന ഒരു സൗകര്യമാണിത്.
iOS 15 വന്നിരിക്കുന്ന വളരെ വലിയൊരു പ്രത്യേകതയാണ് ലൈവ് ടെക്സ്റ്റ് എന്നത്. നമ്മളെടുക്കുന്ന ചിത്രങ്ങളായിക്കോട്ടെ, നമ്മുടെ ഫോട്ടോ ഗ്യാലറിയിലുള്ള ഫോട്ടോസ് ആയിക്കോട്ടെ, അതിനുള്ളിൽ വരുന്ന ഹാൻഡ് റൈറ്റിംഗ് എഴുത്തുകളായാലും പ്രിൻ്റഡ് ലെറ്റേഴ്സ് ആയാലും അത് മനസ്സിലാക്കി നമുക്കത് ഈസി ആയിട്ട് സെലക്ട് ചെയ്തിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സംവിധാനമാണിത്. നമ്മളെടുത്തിരിക്കുന്ന ചിത്രങ്ങളിലെ ബാക്ക്ഗ്രൗണ്ടിൽ വന്നിരിക്കുന്ന എഴുത്തുകൾ പോലും നമുക്ക് ഇത്തരത്തിൽ സെലക്ട് ചെയ്ത് കോപ്പി ചെയ്യാൻ കഴിയും. ഷോപ്പിൻ്റെ പേരാണെങ്കിൽ ആ ഷോപ്പിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും കോൺടാക്റ്റ് നമ്പറും ആ ഷോപ്പിലേക്കുള്ള ഡയറക്ഷൻ പോലും നമുക്ക് iOS 15 ലഭ്യമാക്കും. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫോൺ നമ്പർ, പോസ്റ്റ് കോഡ് എന്നിവ പോലും iOS 15 മനസ്സിലാക്കാൻ കഴിയും. ചിത്രത്തിലുള്ള ഡിജിറ്റ്സ് ഫോൺ നമ്പർ ആണെങ്കിൽ നമുക്ക് ഒറ്റ ടാപ്പിൽ ഫോൺ കോൾ ചെയ്യാൻ കഴിയും. ഇനി മുതൽ ഐഡൻറ്റിറ്റി കാർഡും ഡ്രൈവിംഗ് ലൈസൻസ് മുതലായ കാര്യങ്ങൾ നമുക്ക് വാലറ്റിനുള്ളിൽ സൂക്ഷിക്കാൻ കഴിയും. നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ID വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ID-യിലുള്ള ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസിലുള്ള ഡീറ്റെയിൽസ് അതോറിറ്റീസുമായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. വെതർ ആപ്പ് പൂർണ്ണമായിട്ടും റീഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഹൈ റെസൊല്യൂഷനുള്ള ചിത്രങ്ങൾ, ആനിമേഷനുകൾ എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ട് 1000-ലധികം വരുന്ന ആനിമേഷനുകളോട് കൂടി വളരെ മനോഹരമായ രീതിയിലുള്ള വെതർ ആപ്പാണ് ആപ്പിൾ iOS 15 ഡിസൈൻ ചെയ്തിരിക്കുന്നത്. റീഡിസൈൻ ചെയ്തിരിക്കുന്നതോടൊപ്പം തന്നെ കൂടുതൽ കാലാവസ്ഥ വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാപ്പിലും വളരെ വലിയൊരു അപ്ഡേറ്റാണ് വന്നിരിക്കുന്നത്. 3D വ്യൂ നിലവിൽ ലഭ്യമായിരുന്നത് US, UK, കാനഡ, അയർലൻഡ് എന്നിവിടങ്ങളിലായിരുന്നെങ്കിൽ വളരെ താമസിയാതെ തന്നെ അത് സ്പെയിൻ, പോർച്ചുഗൽ, ഇറ്റലി, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ കൂടി ഈ സൗകര്യം ലഭ്യമാവും. ഗൂഗിൾ എർത്തിന് സമാനമായ രീതിയിലുള്ള ഒരു ഗ്ലോബ് വ്യൂയും കൂടെ ആപ്പിൾ മാപ്പിലേക്ക് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ചില സിറ്റികളിൽ 3D വ്യൂ ആയിട്ട് ആ സിറ്റിയിലെ കാഴ്ചകൾ കാണുന്നതിനുള്ള സൗകര്യം നിലവിൽ ആപ്പിൾ മാപ്സിൽ ഏതാനും സിറ്റികളിലുണ്ടായിരുന്നു. ആ 3D ഡിസൈൻ, 3D ബിൽഡിങ്സ്, 3D ഗ്രീനറീസ്, റോഡ്സ് എന്നിവ കുറച്ചുകൂടി മെച്ചപ്പെട്ടിട്ടുണ്ട്. ബിൽഡിങ്ങുകൾ, റോഡുകൾ, സ്മാരകങ്ങൾ, പാലങ്ങൾ എന്നിവയുടെ ഗ്രാഫിക്സുകൾ വളരെ ഡീറ്റെയിൽ ആയതോടൊപ്പം തന്നെ നിലാവെളിച്ചത്തോടു കൂടിയ വളരെ മനോഹരമായൊരു നൈറ്റ് വ്യൂവും മാപ്പിന് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടും ഗൂഗിൾ മാപ്പിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് നൽകുന്ന രീതിയിലേക്ക് ആപ്പിൾ മാപ്പ് റീഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. റോഡിൻ്റെ ഡീറ്റെയിലുകൾ വളരെ മനോഹരമായ രീതിയിൽ മനസ്സിലാക്കുന്നതിനും റോഡിലെ ലൈനുകളടക്കം ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതിനടക്കമുള്ള രീതിയിൽ വളരെ വലിയൊരു മാറ്റമാണ് iOS 15 മാപ്പ് ഗ്രാഫിക്സിൽ വന്നിരിക്കുന്നത്. റോഡിലെ സീബ്ര ക്രോസിങ്ങുകളടക്കം വിവിധ ലൈനുകൾ വളരെ മനോഹരമായി മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാതെ, ഫ്ലൈ ഓവർ ആയാലും വിവിധ ലൈനുകളായാലും യാതൊരു തരത്തിലുള്ള കൺഫ്യൂഷൻ ഉണ്ടാകാതെ തന്നെ നമുക്ക് നാവിഗേറ്റ് ചെയ്യുന്നതിനായി iOS 15 ആപ്പിൾ മാപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സാധിക്കും. ട്രാൻസിറ്റ് സൗകര്യം ഉപയോഗിക്കുന്നവർക്കായി ചെറിയൊരു മാറ്റവും ആപ്പിൾ മാപ്പിൽ വന്നിട്ടുണ്ട്. നിയറസ്റ്റ് സ്റ്റേഷൻസ് ഐഫോണിലും അതേസമയം ആപ്പിൾ വാച്ചിലും ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഫേവറേറ്റ് സ്റ്റേഷൻസ് നമുക്ക് മുകളിലേക്ക് പിൻ ചെയ്ത് കാണിക്കാൻ പറ്റും. സ്റ്റേഷൻ അടുക്കാറാവുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വരികയും അതോടൊപ്പം തന്നെ സ്റ്റേഷനെ പുറത്തെത്തി കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പിലേതുപോലെ തന്നെ വിർച്വലായിട്ടുള്ള ഡയറക്ഷൻ കാണിക്കുന്ന രീതിയിലുള്ള സൗകര്യവും ആപ്പിൾ മാപ്പിൽ വന്നിട്ടുണ്ട്. ലണ്ടൻ, ലോസ് ആഞ്ചലോസ്, ന്യൂയോർക്ക് തുടങ്ങിയ പ്രധാനപ്പെട്ട 7 നഗരങ്ങളിലാണ് ഇത് ലഭ്യമാവുക. സഫാരി മുഴുവനായി റീഡിസൈൻ ചെയ്തിരിക്കുകയാണ്. സഫാരിയിലെ ടാബുകളും ടാബ് ഗ്രൂപ്പുകളും അടക്കം, ടാബ് സ്വിച്ച് ചെയ്യുന്നതടക്കം വളരെ വലിയൊരു മാറ്റം സഫാരിയിൽ റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്പോട്ട് ലൈറ്റ് ഉപയോഗിച്ച് ഒരു വ്യക്തിയുടെ ഡീറ്റെയിൽസ് സെർച്ച് ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിയുടെ കൂടുതൽ വിവരങ്ങൾ കാണിക്കുന്ന ഒരു കോണ്ടാക്റ്റ് കാർഡ് രീതിയിലുള്ള സ്പോട്ട് ലൈറ്റ് റിസൾട്ടാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സെലിബ്രിറ്റികളുടെയും മറ്ററിയപ്പെടുന്ന വ്യക്തികളുടെയും ആണെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് സ്പോട്ട് ലൈറ്റിൽ കാണിക്കും.